എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് കപ്പക്കൂട്ടാണ്. കപ്പയും ബീഫും വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. അതിന് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. ഒരു 250 ഗ്രാം ബീഫ് ചേർത്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് ഗരം മസാലയും കുറച്ച് ഉപ്പും ചേർത്ത് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുക ബീഫ്. ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പീസ് ചെറുതായി കട്ട് ചെയ്തത്, ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം ചെറുതായി കട്ട് ചെയ്തത്, 2 സവാള കട്ട് ചെയ്തത്, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കടുക്, ഉപ്പ്, പിന്നെ പെപ്പർ പൗഡർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. പിന്നെ കപ്പ, കറിവേപ്പിലയും ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചത്, തേങ്ങ വറുത്തിട്ട് അരച്ച് വെച്ചതാണത്. കുറച്ച് തേങ്ങ എടുത്ത് വറുത്തരച്ച് വെച്ചത്. ഒരു ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് കടുക് പൊട്ടിച്ചു കൊടുക്കാം. ഈ കടുക് പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചതാണ് അത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഒരു 5-8 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൊടുക്കുക. ഇത് 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുകൂടി എടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് നിങ്ങളെ കണക്കിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്ത് വേവിച്ച് വെച്ചത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നല്ലൊരു വരട്ടിയ ഒരു രൂപത്തിലെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതേപോലെ നല്ലോണം എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങ വറുത്തിട്ട് അരച്ച് വെച്ചാണ്. തേങ്ങ നമ്മൾ നല്ല ബ്രൗൺ കളർ പോലെ വറുത്തിട്ട് അതിലേക്ക് അരച്ചതും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ ഇതേ രൂപത്തിൽ തളിച്ചിട്ട് ഇങ്ങനെ വറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കപ്പയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. നല്ല ടേസ്റ്റിയാണ്. ഞാൻ ലഞ്ചിനൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് പെപ്പറും കൂടി ഒരു 1/4 ടീസ്പൂണിൻ്റെ അത്ര പെപ്പറും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇനി നെക്സ്റ്റ് റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.